ഹലോ, എന്നോട് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി ഈ ഓസ്ട്രിയൻ കൺട്രീനെ പറ്റിയിട്ടും ഇവിടെ പഠിക്കാൻ വരുന്നതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ കരുതി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പലർക്കും യൂസ്ഫുൾ ആവല്ലോ എന്നുള്ളത്. ഓസ്ട്രിയൻ കൺട്രി എങ്ങനെയാണ്, സെറ്റ് ആണോ, ഗേൾസിന് സേഫ് ആണോ, യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ ആണോ, എങ്ങനെയാണ് ഇവിടെ ക്രെഡിറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഈസി ആണോ പഠിക്കാൻ, ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ, പാർട്ട് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണോ. അപ്പൊ എന്നോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ എന്നോട് ആദ്യം ചോദിച്ചെന്താ വെച്ചാൽ, ചേച്ചി ഓസ്ട്രിയൻ കൺട്രി എങ്ങനെയാണ്, സെറ്റ് ആണോ, ഇവിടെ സ്റ്റുഡൻസിന് വരുമ്പോൾ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിന് വരാൻ ഏറ്റവും നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് എനിക്ക് ഓസ്ട്രിയ തോന്നിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഇവിടുത്തെ ട്യൂഷൻ ഫീനെ പറ്റിയിട്ടാണ്. കാരണം നമ്മളിവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെർ സം €750 മാത്രമേ ഫീ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ചീപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല വേൾഡിൽ തന്നെ ഹൈ റാങ്കിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഇവിടെ മെയിൻലി ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് €750 പെർ സം വരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല സ്റ്റുഡൻസും ഇവിടെ ഇതിനെപ്പറ്റി അറിയാതെ വന്ന കുറെ പേരുണ്ട്. കാരണം അവര് പല ഏജൻസി വഴി വരെ വന്നിട്ട് അവര് ഈ ഫീ ഒരു 5 to 6 lakh അടച്ചിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. കാരണം അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയാണ് കാര്യം എന്ന് അവർക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നവർക്ക് വീണ്ടും നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടേണ്ട യാതൊരുവിധ മെറിറ്റ്സും കിട്ടുന്നില്ല. ഇപ്പം സ്റ്റേ ബാക്ക് ആണെങ്കിലും ശരി, ബാക്കി വേണ്ട ഒരു കാര്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ഷൂളർ വിസ എന്ന് പറഞ്ഞ വിസയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അവർ അതിനെപ്പറ്റി അറിഞ്ഞ് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യും, കൺട്രി മാറ്റാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞതിന് ശേഷം മാത്രം ചൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഓസ്ട്രേലിയയുടെ വേറൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും ശരി, ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആണെങ്കിലും എന്തെടുത്താലും അതിൻ്റെതായ നല്ല രീതിയിലൊരു ക്വാളിറ്റി ഉള്ള ഒരു ലൈഫാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഷെങ്കൻ കൺട്രിയിലുള്ള ഒരു രാജ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി 29 കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ ഓസ്ട്രേലിയ വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ ഓസ്ട്രേലിയനെ കുറച്ച് നല്ല പോയിന്റ്സ് ആയിട്ട് തോന്നിയത്. എന്നോട് ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, ചേച്ചി ഇവിടെ എങ്ങനെയാ, ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ, ഇവിടെ പാർട്ട് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണോ എന്നുള്ളതാണ്. ഓസ്ട്രിയൻ കൺട്രി എന്ന് പറയുന്നത് ഒരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജർമ്മൻ ആണ് ഇവർ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവർ ഒരു സൈൻ ബോർഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും എവിടെ പോയാലും നമുക്ക് ജർമ്മൻ ആണ് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ ഒരു ട്രാൻസ്ലേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ജർമ്മൻ അറിയാതെ വരികയാണെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പാർട്ട് ടൈമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം കിട്ടും. എന്ന് വെച്ചാൽ ജർമ്മൻ ഇല്ലാതെ പാർട്ട് ടൈം കിട്ടായികയൊന്നുമില്ല. കുറച്ചും കൂടി നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. ജർമ്മൻ പഠിച്ചിട്ട് നമുക്ക് ഒരു ജോലി കിട്ടുന്നതും ജർമ്മൻ ഇല്ലാതെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ അവസരങ്ങൾ കുറയും. കാരണം ഇവിടെ അധികത്തിലും നമ്മൾ ചോദിക്കുന്നത് ജർമ്മൻ സംസാരിക്കുമോ എന്നാണ് ചോദിക്കുക. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള പാർട്ട് ടൈം കിട്ടും, പക്ഷെ എന്നാലും മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിന്റെ മുകളിൽ ടൈം എടുക്കും, അല്ലെങ്കിൽ കുറച്ച് അതിന്റെ മുകളിൽ സ്ട്രഗിൾ ചെയ്യും. ഇപ്പൊ ജർമ്മൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. പക്ഷെ നമ്മളിപ്പോ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊഫസേഴ്സ് ഒക്കെ സംസാരിക്കുക എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലാണ്. പക്ഷെ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ജർമ്മനിലായിരിക്കും. അവർ പക്ഷെ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിപ്പോ ഇംഗ്ലീഷിലാണെങ്കിൽ അവരും ഇംഗ്ലീഷിൽ സംസാരിക്കും. പക്ഷെ മെയിൻലി ഇവിടെ എന്താണ്, ഒരു ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിലൊക്കെ അവർക്ക് ജർമ്മനെ അറിയില്ല, ഇംഗ്ലീഷ് അവർക്ക് അധികം അറിയില്ല. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കാനൊന്നും നമുക്ക് അപ്പം കഴിയുണ്ടാവില്ല. അവര് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പം ജർമ്മൻ പഠിച്ചിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, ചേച്ചി എങ്ങനെയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി, എങ്ങനെയാ പഠിക്കാൻ പറ്റുമോ, നമുക്ക് ഈസി ആണോ, നമ്മുടെ നാട്ടിലത്തെ പോലെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചതിന് മുകളിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ അസൈൻമെന്റും സെമിനാറും മാത്രമല്ല, നമുക്ക് റിട്ടേൺ എക്സാമും മോഡൽ എക്സാമും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് ടൈം എടുത്ത് നമ്മൾ കുറച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ക്രെഡിറ്റ് കിട്ടുള്ളൂ. ഫ്രാങ്കായി പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് കിട്ടി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൂടി ഒന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം വരിക. കാരണം നമ്മൾ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് വരിക. പിന്നെ ബാക്കി നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല, നമുക്ക് പ്രൊഫസേഴ്സിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ നമുക്കൊരു സൈറ്റ് ഉണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ സൈറ്റാണ്. ഞാൻ പഠിക്കുന്ന ബോക്കു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ബോക്കു ഓൺലൈൻ എന്ന് പറഞ്ഞ സൈറ്റിൽ നമുക്കൊരു യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടാവും. അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകൾ, നമുക്ക് എന്തൊക്കെ ക്ലാസ് ഉള്ളത്, അതുപോലെ പ്രൊഫസേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന നോട്ട്സ്, മെയില്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സൈറ്റിൽ കിട്ടും.
അപ്പൊ പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇന്നിപ്പോ നമുക്ക് ഇവിടെയാണ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് ക്ലാസ് വരും വേറെ തന്നെ സിറ്റിയിലേക്ക് ക്ലാസ് വരാം. അപ്പൊ അങ്ങനെ നമുക്ക് ആദ്യം ആ ഒരു സിസ്റ്റത്തിനോടൊന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് വരാൻ നമുക്ക് കുറച്ച് ടൈം പിടിക്കും. ആദ്യം ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പൊ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ചോദിച്ചു, ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ പിക്കപ്പ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടാവോ, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുമോ, എങ്ങനെയാ ഗേൾസിന് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഈസിയാണ്. കാരണം ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ OBB എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം, ഈസി ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും. കാരണം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്രയ്ക്കും നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് വരുന്ന ഒരു സമയത്താണ് ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ പിക്ക് ചെയ്യാനൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് വേണമെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങളോട് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റും. അതെല്ലാം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഞങ്ങളോട് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് അവിടെ നിന്ന് ഏത് ബസ് പിടിക്കണം, ട്രെയിൻ പിടിക്കണം എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ അത് ഹെൽപ്പൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ ചോദിച്ചത് IELTS കുറിച്ച്. IELTS നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പം എല്ലാ യൂണിവേഴ്സിറ്റീസും മാറി വരുന്നുണ്ട്, സിസ്റ്റം കുറെയൊക്കെ മാറി. പണ്ടൊക്കെ നമുക്ക് MOA ഒക്കെ വെച്ച് വരായിരുന്നു. പക്ഷെ ഇപ്പൊ അധിക യൂണിവേഴ്സിറ്റിയിലും നല്ല കോഴ്സുകളിലൊക്കെ IELTS മാൻഡേറ്ററി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ IELTS എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് നല്ല നല്ല കോഴ്സും നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് എന്നോട് റാൻഡംലി ചോദിച്ച കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിപ്പോ ഇവിടെ പറയുന്നുള്ളൂ. ഇനി ഓരോ കാര്യങ്ങളും ഇപ്പം ഈ OBB ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ ഓരോ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും.